ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് ലോകം അതിസങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ, മഹാമാരിയിലൂടെ ഒത്തിരി വേദനയും യാതനയും അനുഭവിക്കുന്ന, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി തകർച്ചയുടെ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കഷ്ടതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഒരു മുഖാന്തരമാണ് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുക. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, അവിടെ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു ദൈവവചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, കഷ്ടതയിൽ കിടക്കുന്ന ജനത്തെ രക്ഷിക്കുവാനായി ദൈവം തൻ്റെ ദൂതനെ അല്ല അയച്ചത്, അവിടുന്ന് തന്നെയാണ് അവർ രക്ഷിച്ചത്. എങ്ങനെയാണ്? തൻ്റെ കരുണയാലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. അപ്പം ദൈവം ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഒരു കാരണം ദൈവത്തിൻ്റെ കരുണയാണ്. അതായത് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്കൊരു വീണ്ടെടുപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് വീണ്ടെടുപ്പ്, ഒരു വിടുതൽ പ്രാപിക്കുവാൻ നാം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നാം എത്രമാത്രം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നോ, ദാഹിക്കുന്നോ, അത് നമ്മുടെ വ്യക്തിപരമായ വിടുതലിന്, നമ്മുടെ കുടുംബത്തിൻ്റെ, തലമുറയുടെ, നമ്മുടെ ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ എല്ലാം വിടുതലിന് അത് കാരണമായി തീരും. അതുകൊണ്ട് കർത്താവിന് വചനം പറയുകയാണ്, അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവർ രക്ഷിച്ചത്. എങ്ങനെ? തൻ്റെ കരുണയാൽ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുണ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലണം. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സുറിയാനി സഭയുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരുണ ഒരു കടലായിട്ടാണ് അവിടെ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത്. അപ്പം അത്രമാത്രം കരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 86-ാം സങ്കീർത്തനം 15-ാം വാക്യം, അവിടെ വചനം ഇങ്ങനെ പറയുന്നു: നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് സങ്കീർത്തകൻ ഏറ്റുപാടുകയാണ്. നീ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദൈവമെന്ന് പറയുന്നത് കരുണയുടെ ഒരു നിറവാണ്, കൃപയുടെ ഒരു നിറവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നാം തിരിച്ചറിയുമ്പോഴാണ് കരുണയിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ആ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് കഷ്ടതകളിൽ നിന്ന് വിടുതലുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 145-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു: യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോട് അവന് കരുണ തോന്നുന്നു. ഇവിടെ ദൈവം ഒരു മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹമാണ് കരുണയെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ലെന്ന് ഞാൻ നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണയാണ്
ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നു. അതിന് കർത്താവിൻ്റെ വചനം പറയുകയാണ്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണെന്ന് ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ കരുണയെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ ഒരിക്കലും നമ്മിൽ നിന്ന് മാറിപ്പോകുകയില്ല എന്ന് ദൈവം തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൃപ, ഈ കരുണ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല. ഇന്ന് ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം നൽകുന്ന പ്രത്യാശയുടെ ഒരു വചനമാണ് ഈ വചനം. അതായത് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി നാളെ എന്തെന്നോർത്ത് ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ സംസാരിക്കുകയാണ്. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തുള്ള നിന്റെ നിയമം മറക്കുകയുമില്ല. നമ്മെ വീണ്ടെടുക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ദൈവം നമ്മെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് നമ്മോട് കരുണ തോന്നണം. ദൈവത്തിന് എന്നോട് കരുണ തോന്നുമ്പോഴാണ് ദൈവം എന്നെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്, നശിപ്പിക്കാത്ത ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഒരു കാര്യം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം ഉപേക്ഷിക്കുകയില്ല, ദൈവം നശിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് ഈ പ്രതികൂലങ്ങളുടെ, ഈ കഷ്ടതയുടെ കാലത്ത് തൻ്റെ ദൂതനെ അയച്ചല്ല, ദൈവം നേരിട്ട് നമ്മെ വിടുവിക്കുന്ന, രക്ഷിക്കുന്ന ദൈവമാണ്. എങ്ങനെ? ദൈവത്തിന് നമ്മോടുള്ള കരുണയെ പ്രതി. ദൈവത്തിന് എന്നോടുള്ള കരുണയാണ് എന്നെ ഉപേക്ഷിക്കാതെ, എന്നെ നശിപ്പിക്കാതെ ദൈവം എന്നെ കാത്ത് പരിപാലിക്കുന്നത്. അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. ദൈവം നമ്മോട് കാണിക്കുന്ന ദയയിൽ നാം തിരിച്ചറിഞ്ഞ് അവനിൽ ആശ്രയിക്കണം. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുവാൻ, ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നാം ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം. ഒന്നാമത്, ദൈവത്തിൻ്റെ കരുണ നാം സ്വീകരിക്കാൻ, ദൈവത്തിൻ്റെ ദയ നമ്മോട് കൂടിയിരിക്കാൻ നാം ചെയ്യേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും, കരുണ കാണിക്കും എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. അപ്പോൾ ദൈവം മഹാകരുണയുള്ളവനാണ്, ദയുള്ളവനാണ്. ആ കർത്താവിൻ്റെ കരുണ, ആ ദയ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുവാൻ നാം ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം സമം അനുസരണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നൊരു വ്യക്തിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ വചനം തിരിച്ചറിഞ്ഞ്, ആ വചനം അനുസരിച്ച്, ആ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കാൻ തുടങ്ങും, ദൈവം നമ്മോട് മനസ്സലിയാൻ തുടങ്ങും. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവത്തെ ഉപേക്ഷിച്ച, ദൈവത്തെ തള്ളിപ്പറഞ്ഞ, ദൈവത്തിനെതിരായി പാപം ചെയ്ത് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞാൽ, ആ ദൈവത്തെ ഒന്ന് സ്നേഹിച്ചാൽ, പാപത്തെ ഉപേക്ഷിച്ചാൽ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങും. ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദൈവം അവരോട് കരുണ കാണിക്കും.
അപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നാം ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ അങ്ങ് സ്നേഹിക്കുക. ഇന്ന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യം വരുമ്പോൾ, രോഗം വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, ജീവിതത്തിലെല്ലാം തകർന്നു ഒന്നുമില്ലാതായി കഴിയുമ്പോൾ, എല്ലാവരും ഉപേക്ഷിച്ചു, ഇനി ആരും സ്നേഹിക്കാനില്ല എന്നൊരു അവസരം വരുമ്പോൾ, അങ്ങനെയാണ് ഇന്ന് പലരും ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ എന്താണ് വഴി? ദൈവത്തോട് പറയണം, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കുന്ന നമ്മെ തന്നെയാണ്. നമുക്കെന്തെങ്കിലും ദോഷം സംഭവിക്കാൻ, നമുക്കൊരു വേദന അനുഭവിക്കാൻ നമുക്ക് മനസ്സില്ല. ഒരു കഷ്ടത വരുമ്പോൾ നമുക്ക് വേദനയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നാം നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നു. അതായത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മയാണ്. ഒരു രോഗം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ നാം നെടുവീർപ്പിടിയാണ്. കാരണം അത്രമാത്രം നാം നമ്മെ സ്നേഹിക്കുന്നു. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവനെ തന്നെയായിരിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ ജീവിത പങ്കാളിയായിരിക്കാം, മാതാപിതാക്കളെ ആയിരിക്കാം, മക്കളെ ആയിരിക്കാം. ദൈവത്തിന് 4, 5, 6 സ്ഥാനമായിരിക്കാം. ഒരുപക്ഷെ എല്ലാറ്റിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ലോകത്തെ ആയിരിക്കും, ലോകമോഹങ്ങളെ ആയിരിക്കാം, സമ്പത്തിനെ ആയിരിക്കാം, സമ്പത്തിന് വേണ്ടിയായിരിക്കാം ദാഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത് തിരിച്ചറിഞ്ഞ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഏറ്റുപറയണം. ദൈവമേ, നീ എനിക്ക് നൽകിയ സമ്പത്തിനേക്കാൾ ഉപരിയായി, എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരിയായി, എൻ്റെ മക്കളേക്കാൾ ഉപരിയായി ഞാൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതിനേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തോട് ഏറ്റുപറയുന്നുവെങ്കിൽ നാം എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയും. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, ദൈവമേ എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ വചനം പറയുകയാണ്, അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ അവരുടെ 1000 തലമുറ വരെ ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ഒഴുകുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുക. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാ 55-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ വചനം പറയുകയാണ്, ദൈവം അവനോട് കരുണ കാണിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകുവാൻ നാം എന്തിനെല്ലാമാണോ സ്നേഹിക്കുന്നത് അതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിന് ഹൃദയത്തിൽ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുമ്പോൾ ആ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നു. വചനം പറയുന്നു, സങ്കീർത്തന പുസ്തകം 13-ാം അധ്യായം അതിന് 5-ാം വാക്യം, ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. ഒരു മനുഷ്യൻ്റെ ഹൃദയം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം എപ്പോഴാണ്? ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോഴാണ്. നമ്മുടെ ആശ്രയം ഇന്ന് എവിടെയാണ്? സമ്പത്തിലാണോ? ലോകത്തിൻ്റെ മോഹങ്ങളിലാണോ? ജഡത്തിൻ്റെ ആഗ്രഹങ്ങളിലാണോ? അതോ ജീവിത പങ്കാളിലാണോ? മക്കളിലാണോ? മാതാപിതാക്കളിലാണോ? നാം എന്തിനെയാണോ ആശ്രയിക്കുന്നത് ആ ആശ്രയം വിട്ടുപിരിഞ്ഞ് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുമ്പോൾ ഇവിടെ സങ്കീർത്തകൻ വിളിച്ചു പറയുകയാണ്, ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. അപ്പോൾ കരുണയിൽ ആശ്രയിക്കുന്നൊരു വ്യക്തിക്ക് ഹൃദയത്തിൽ ദൈവം നൽകുന്ന രക്ഷയിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് ഹൃദയത്തിൽ അസ്വസ്ഥതകളും ദുഃഖവും വേദനയും രോഗഭയവും മരണഭയവും നമ്മെ വേട്ടയാടുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദിക്കും, സന്തോഷിക്കും. അതുകൊണ്ട് നാം ഇന്ന് ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകി ഇറങ്ങും. അതിനെ പറയുന്നു സങ്കീർത്തന പുസ്തകം 23-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സങ്കീർത്തകൻ ഇത് പറയാൻ കാരണമുണ്ട്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം ദാവീദിൻ്റെ സങ്കീർത്തനം ഇങ്ങനെയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. അപ്പോൾ ദൈവം എൻ്റെ ഇടയനായി മാറുമ്പോഴാണ് ഞാൻ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു കുഞ്ഞാടായി ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണയും
ദൈവത്തിൻ്റെ നന്മയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അതായത് ഞാൻ നന്മ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, ഞാൻ കരുണ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ദൈവം എൻ്റെ ഇടയനായി മാറുമ്പോൾ, ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ, വചനം പറയുകയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. അതായത് ഞാൻ പോകുന്ന വഴിയിലൂടെ നന്മയും കരുണയും എന്നെ പിന്തുടരും. അതിന് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ദൈവത്തെ എല്ലാറ്റിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുക. ദൈവം എൻ്റെ ഇടയനായി, ഞാനൊരു ആടായി കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും. അതുകൊണ്ട് ഈ കഷ്ടതകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാൻ നാം ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. രണ്ടാമത് നാം ചെയ്യേണ്ട പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, കരുണ ലഭിക്കാൻ നാം കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ നമ്മിലേക്ക് കരുണ ഒഴുകും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകം 33 അധ്യായം 12 വാക്യം, അവിടെ കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ ആ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കഷ്ടതയിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു, തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം പറയാണ്, ദൈവം അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടു, അവൻ്റെ യാചന കേട്ടു, അവന് വീണ്ടും യെരൂശലേമിൽ അവൻ്റെ രാജ്യത്തെ തിരിച്ചു വരുത്തി, യഹോവ തന്നെ ദൈവം എന്ന് മനശ്ശെക്ക് ബോധ്യമായി. ഇത് മനശ്ശ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ജീവിതാനുഭവമാണ് ഇവിടെ പറയുന്നത്. 2 ദിനവൃത്താന്തം 33 അധ്യായം 1 വാക്യത്തിൽ മനശ്ശയെക്കുറിച്ച് വചനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മനശ്ശ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. 12 വയസ്സിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട മനശ്ശ, എത്ര വലിയ ഭാഗ്യമാണ്! 12-ാമത്തെ വയസ്സിൽ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അവിടെ സംഭവിച്ചതറിയാമോ? രാജാവായ ഈ മനശ്ശ ചെയ്ത പ്രവൃത്തി അറിയാമോ? അവൻ ദൈവത്തിൻ്റെ ആലയത്തെ കളങ്കപ്പെടുത്തി. തൻ്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു, ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു, അശേരപ്രതിഷ്ഠകളും ഉണ്ടാക്കി, ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു സേവിച്ചു. അതായത് വിജാതിരുടെ ആരാധന ദൈവാലയത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് സംഭവിച്ചതറിയാമോ? യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരം 2 അവൻ ആകാശത്തിലെ സൈന്യങ്ങൾക്ക് ബലിപീഠം പണിതു. അതുമാത്രമല്ല, സകല അന്ധവിശ്വാസങ്ങൾക്കും അടിമയായി. എങ്ങനെ? വചനം പറയുകയാണ്, അവൻ തൻ്റെ പുത്രന്മാരെ ബെൻ ഹിന്നോം താഴ്വരയിൽ ബലിയർപ്പിച്ചു, സ്വന്തം മക്കളെ ബലിയർപ്പിച്ചു. അതിൻ്റെ അടുത്ത വചനം പറയുകയാണ്, അവൻ മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു, വെളിച്ചപ്പാടന്മാരിൽ ലക്ഷണം പറയുന്നവരെ നിയമിച്ചു, യഹോവയ്ക്ക് അനിഷ്ടമായത് പലതും ചെയ്ത് ആ ദൈവത്തെ കോപിപ്പിച്ചു. ഈ മനശ്ശെ എന്ന രാജാവ് ഇസ്രായേലിൻ്റെ രാജാവാണ്. ദൈവത്തിൻ്റെ ആലയത്തെ സംരക്ഷിക്കേണ്ടവൻ ദൈവത്തിൻ്റെ ആലയത്തെ മ്ലേച്ഛമായി, അതായത് വിജാതിയുടെ ആരാധന കൊണ്ടുവന്നു. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയും, താൻ ഉണ്ടാക്കിയ വിഗ്രഹ പ്രതിമയെ അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. യെരൂശലേം ദേവാലയത്തിൽ അവൻ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വന്നു. അവിടെ വചനം പറയുകയാണ്, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ മനശ്ശ യഹോവ ഇസ്രായേൽ പുത്രന്മാരുടെ മുമ്പിൽ നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിക്കാൻ തക്കവണ്ണം യഹൂദയെയും യെരൂശലേം നിവാസികളെയും തെറ്റുമാറാക്കി. അതായത് വിജാതിർ ചെയ്യുന്നതിനേക്കാൾ മ്ലേച്ഛമായി ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ പാപം ചെയ്യിക്കാൻ ഈ രാജാവ് കാരണമായി. അതിലെന്ത് സംഭവിച്ചു? 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, യഹോവ മനശ്ശയോടും അവൻ്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവൻ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിൻ്റെ സേനാധിപന്മാരെ അവരുടെ നേരെ വരുത്തി, അവർ മനശ്ശയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലക്കിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ബാബിലോണിൻ്റെ അടിമത്വത്തിൽ കിടന്നപ്പോൾ മനശ്ശ ദൈവത്തോട് നിലവിളിച്ചു. വചനം പറയാണ്, അതിൻ്റെ അടുത്ത വാക്യത്തിലാണ് നമ്മൾ വായിച്ചു കേട്ടത്, കഷ്ടതയിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു, തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പാകെ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. ഇവിടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ച മനശ്ശയ്ക്ക് ദൈവം കരുണ കാണിച്ചു. അടുത്ത വാക്യം പറയാണ്, അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടു,
അവൻ്റെ യാതന കേട്ടു. അവൻ വീണ്ടും യെരൂശലേമിൽ അവൻ്റെ രാജ്യത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെക്ക് ബോധ്യമായി. മനശ്ശെ എന്ന രാജാവ് തെറ്റിപ്പോയി. എങ്കിലും അവൻ പാപത്തിൽ കിടന്നുകൊണ്ട്, അടിമനുഖത്തിൽ കിടന്നുകൊണ്ട്, കഷ്ടതയിൽ കിടന്നുകൊണ്ട് കരുണയ്ക്കായി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരുണ അവനിലേക്ക് ഒഴുകി. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 2 വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. ഇത് നല്ലൊരു പ്രാർത്ഥനയാണ്. കഷ്ടതയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ യാചന പ്രാർത്ഥന, അതായത് കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുടെ മുന്നിൽ ദൈവത്തിൻ്റെ കരുണ ഒഴിയും. അവനെത്ര ദുഷ്ടനായാലും, അവനെത്ര പാപിയായാലും, അവനെത്രമാത്രം കഷ്ടതയുടെ അടിമനുഖത്തിനാണെങ്കിലും കഷ്ടതയിൽ കിടന്നുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അവനോട് കരുണ കാണിക്കും. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30 അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ വചനം പറയുന്നു: യെരൂശലേമിനായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളി ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. അതായത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കഷ്ടതയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവൻ്റെ കണ്ണുകൊണ്ട് അവൻ കാണുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തിയ ദൈവം ഇറങ്ങി വരുന്ന, ദൂതനെ അയച്ചല്ല, നേരിട്ട് ഇറങ്ങി വരുന്നൊരു സമയമാണ് കഷ്ടതയിൽ കരുണയ്ക്ക് വേണ്ടി കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഒന്നാമത് നാം കരുണ പ്രാപിക്കാൻ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. രണ്ടാമത് കരുണയ്ക്ക് വേണ്ടി കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കണം. മൂന്നാമത് നമുക്ക് കരുണ ലഭിക്കുവാൻ നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 19 വാക്യം വചനം ഇങ്ങനെ പറയുന്നു: അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുമ്പാകെ കടക്കുമാറാക്കി. യഹോവയുടെ നാമത്തെ നിൻ്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവൻ ഞാൻ കരുണ കാണിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്, ദൈവത്തിന് ആരോട് കരുണ തോന്നുന്നോ അവർക്ക് കരുണ കാണിക്കും. അപ്പോൾ ദൈവത്തിന് എന്നോട് കരുണ തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. മത്തായി സുവിശേഷം 5 അധ്യായം 7 വാക്യം കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചു: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതായത് ഞാൻ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ ഞാൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. മറ്റുള്ളവരോട് ഞാൻ കരുണ കാണിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ എന്നിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. വീണ്ടും മത്തായി സുവിശേഷം 18 അധ്യായം 33 വാക്യം ഇങ്ങനെ പറയുന്നു: എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഇതൊരു ഉപമയാണ്. അതായത് 1000 പണം കൊടുക്കാനുള്ള ഒരുവനെ പിടിക്കപ്പെട്ടപ്പോൾ യജമാനൻ്റെ മുന്നിൽ അവൻ നിലവിളിച്ച് പറഞ്ഞപ്പോൾ യജമാനൻ ക്ഷമിച്ചു. ആ യജമാനൻ അവനെ വെറുതെ വിട്ടു. 1000 പണം കൊടുക്കാനുള്ളവനെ വെറുതെ വിട്ടു. ആ സമയം ഈ വെറുതെ വിട്ടവൻ തനിക്ക് 100 പണം തരാനുള്ള ഒരുത്തനെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്തിന് കൊങ്ങക്കേറി പിടിച്ചു. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസന്, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ നിൻ്റെ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അതായത് ദൈവം നമ്മോട് എന്തുമാത്രം കരുണ കാണിച്ചിട്ടുണ്ടോ അതുപോലെ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത്, നാം ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകണമെങ്കിൽ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണം. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6 അധ്യായം 35-36 വാക്യങ്ങൾ കർത്താവിന്റെ വചനങ്ങൾ പറയുന്നു: നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരമിച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോട് ദുഷ്ടന്മാരുടെ ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവനാകുവിൻ. ഇന്ന് നമുക്ക് ഈ മനസ്സലിവുണ്ടോ? മറ്റുള്ളവരെ കാണുമ്പോൾ, വേദനിക്കുന്നവരെ, രോഗികളെ കാണുമ്പോൾ
ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിശപ്പ് കാണിക്കുന്നവരെ കാണുമ്പോൾ, ദാഹിക്കുന്നവരെ കാണുമ്പോൾ, അതായത് വേദനിക്കുന്നവരെ കാണുമ്പോൾ, മറ്റു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വ്യക്തികളെ കാണുമ്പോൾ നമുക്കൊരു മനസ്സലിവുണ്ടോ? കണ്ണിന് കാഴ്ചയില്ലാത്തവരെ, കേൾവിശക്തി ഇല്ലാത്തവരെ, മന്ദബുദ്ധികളായ, മനോരോഗികളായ, മാനസിക രോഗികളായ, അംഗവൈകല്യമുള്ള വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സലിയാറുണ്ടോ? നമ്മുടെ മുന്നിൽ ഒരാൾ ഭിക്ഷയ്ക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ നമുക്ക് മനസ്സലിവുണ്ടോ? ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ള മുന്നിൽ കൈനീട്ടാൻ മടിയുള്ളത് കൊണ്ട് ആരും മിണ്ടാതിരിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും വേദനിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, രോഗികളായിരിക്കുന്ന വ്യക്തികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സഹായിക്കുക എന്നൊരു മനോധർമ്മം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകണമെങ്കിൽ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ഈ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട്, വരുമാന മാർഗമില്ലാത്തതുകൊണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ, മറ്റുള്ളവരെ കൈനീട്ടാൻ മടിയുള്ളതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി ദുഃഖവും വേദന അനുഭവിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാട് ജീവിക്കുമ്പോൾ അവരുടെ മുന്നിൽ അവരോട് കരുണ കാണിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? എങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങും. അതായത് ഈ കഷ്ടതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങണം. ദൈവം കരുണയുള്ളവനാണ്, അവൻ മനസ്സലിവുള്ളവനാണ്. എന്നാൽ നമുക്ക് ഈ കരുണ പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, ഈ കരുണയ്ക്കായി പ്രാർത്ഥിച്ച്, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, മനസ്സലിവ് കാണിക്കാൻ നാം തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഏത് കഷ്ടത്തിനാണോ ആ കഷ്ടത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും, നമ്മോട് കരുണ കാണിക്കും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. ഒരു വാക്ക് നാം കേട്ട വചനത്തെ പ്രതി പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, നീ കരുണയുള്ളവനാണ്, നീ മഹാദയുള്ളവനാണ്. ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ, നശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ കർത്താവാണ്, ഞങ്ങളുടെ ദൈവമാണ് അവിടുന്ന്. എങ്കിലും കർത്താവ്, ഞങ്ങൾ കരുണ പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കർത്താവ്, ഞങ്ങൾ നിന്നെ സ്നേഹിക്കാതെ, ലോകത്തിൻ്റെ മോഹങ്ങൾക്കടിമപ്പെട്ട്, പാപത്തിനടിമപ്പെട്ട്, നിന്നിൽ നിന്ന് അകന്നുപോയി, നിൻ്റെ വചനത്തെ അനുസരിക്കാതെ പാപത്തിൽ ജീവിച്ചു പോയി. കർത്താവ്, ഇനി മുതൽ നിന്നെ കൂടുതൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി നിന്നെ സ്നേഹിച്ച്, നിൻ്റെ വചനമനുസരിച്ച് നിൻ്റെ കരുണ പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതയെ ഞങ്ങൾ പെറുപിറുക്കുമ്പോൾ, ഞങ്ങൾ സ്വയം പെറുപിറുക്കുമ്പോൾ, ദൈവമേ നിന്നെ കുറ്റപ്പെടുത്തി സ്വയം ശപിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, കർത്താവേ, നിൻ്റെ കരുണയെ പ്രതി, നിന്നോട് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുവാനുള്ള ആ ഒരു വലിയ മനോബോധം ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കരുണ പ്രാപിപ്പാൻ ഞങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകിയല്ലോ. കർത്താവ്, ഞങ്ങൾ സ്വാർത്ഥരായി, മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ, വേദനിക്കുന്നവരെ, രോഗികളെ, സാമ്പത്തികമായി തകർന്നവരെ ശ്രദ്ധിക്കാതെ ഞങ്ങൾ സ്വയത്തിൽ ജീവിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണ തോന്നുവാൻ, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ വേദനിക്കുവാൻ, ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഒരു മനോബോധം ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഈ കേട്ട വചനപ്രകാരം കരുണ ഉള്ളവരായി, മറ്റുള്ളവരോട് കരുണയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുന്നതിൻ്റെ കരുണയാണ്, നിൻ്റെ കൃപയാണ് ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ. കരുണയും ദയവുമുള്ള, മനസ്സലിയുള്ള ദൈവമായ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പിതാവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിലേക്ക് വചനം കേൾക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എല്ലാ മേഖലയിലും ദാരിദ്ര്യവും വേദനയും കഷ്ടതയും അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ധനം പങ്കുവയ്ക്കുന്ന, സമയം പങ്കുവയ്ക്കുന്ന, എല്ലാ കഴിവും പങ്കുവയ്ക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം സമർപ്പിക്കണം. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വവും മാത്രം എടുക്കണം. യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.